നമസ്തേ. ലോകം 2024ലേക്ക് ചുവടുവെക്കുകയാണ്. ഭാവി കാലത്തേക്കുള്ള പുതുപ്രതീക്ഷകളുമായി ലോക ജനത പുതുവർഷത്തെ സ്വീകരിക്കുമ്പോൾ പോയ കാലത്തേക്കൊരു തിരിഞ്ഞുനോട്ടം. മാറിയ ലോകക്രമത്തിന്റെ നേർക്കാഴ്ചകളും രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും 2023 സംഘർഷഭരിതമാക്കി. ഇസ്രയേൽ ഹമാസ് യുദ്ധവും പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യർ തമ്മിലുള്ള പോർവിളികളും തീരാബാധയായി ഈ വർഷവും തുടർന്നു. ലോക സാമ്പത്തിക രംഗത്ത് മാറ്റങ്ങളുടെ കാഹളങ്ങൾ ഉയർന്നു കേട്ട വർഷം കൂടിയായിരുന്നു 2023. ലോകത്തിന് മാതൃകയാകാനും വഴികാട്ടാനും ഭാരതം മുന്നിട്ടിറങ്ങിയ G20 സമ്മേളനമായിരുന്നു 2023 ഡൽഹിയിൽ നടന്നത്. രാജ്യാതിർത്തികൾ കടന്ന് ഭാരതം വളർന്ന വർഷം കൂടിയാണ് കടന്നുപോയത്. ലോകത്തിലെ അവസാന കോണിലെ മനുഷ്യരോടൊപ്പം ആ മനുഷ്യന്റെ പുരോഗതിയും വിശ്വാസവും പ്രയത്നവുമാണ് ഡൽഹി G20 മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ മൂലധനം. ആഫ്രിക്കൻ യൂണിയനെ G20യിൽ ഉൾച്ചേർക്കാനുള്ള ഇന്ത്യയുടെ നീക്കം വൻ വിജയം നേടിയ സമ്മേളനം കൂടിയായിരുന്നു ഡൽഹിയിലേത്. ജൈവ ഇന്ധന സഖ്യരൂപീകരണം, ഭക്ഷ്യസുരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച വിഷയങ്ങൾ ഇവയെല്ലാം ചർച്ച ചെയ്ത ലോകോത്തര വേദി കൂടിയായി G20. ശാസ്ത്ര സാങ്കേതിക രംഗത്തും ആരോഗ്യരംഗത്തും നടക്കേണ്ട നിർണായക മുന്നേറ്റങ്ങൾ സംബന്ധിച്ചുള്ള മാർഗരേഖ G20 സമ്മേളനം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംഘർഷഭരിതമായ പശ്ചിമേഷ്യ 2023 ലോക സമാധാന ശ്രമങ്ങൾക്ക് കനത്ത ആഘാതമേൽപ്പിച്ചു. ഒക്ടോബർ 7 ആരംഭിച്ച ഹമസ് ഇസ്രയേൽ യുദ്ധം മേഖലയെ വീണ്ടും പ്രശ്നകലുഷിതമാക്കി. വൻതോതിൽ ആളപായവും ജീവിത സൗകര്യങ്ങളുടെ സർവനാശവും ആക്രമണത്തിന്റെ ബാക്കിപത്രമായി. സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും 2024 പുലരിയും അശാന്തിയുടേതാകുമെന്ന കാര്യത്തിൽ ലോക ജനതയ്ക്ക് രണ്ടഭിപ്രായമില്ല. We wanted to continue the elimination of Hamas. That was the number one aim. Once we agreed that we agreed for 4 days for 50 hostages, and then we agreed that every 10 hostages that they release, there will be another day of ceasefire. Okay? And, of course, release of terrorists on our side, and ratio to 3-1. As long as they continue to make it, it will continue. Once they will stop releasing, we have to go back to what we were planning to do all along, get rid of Hamas. ഭീകരവാദ വിരുദ്ധ നിലപാടിൽ ഉറച്ചുനിന്ന ഭാരതം വലിയ പ്രതിസന്ധികളാണ് 2023 നേരിട്ടത്. ഖലിസ്ഥാൻ ഭീകരർക്ക് കാനഡ നൽകിയ പിന്തുണ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാക്കി. ഭാരത കോൺസുലേറ്റിനു മുന്നിൽ ഖലിസ്ഥാൻ പ്രതിഷേധം നടന്നതും നയതന്ത്ര പ്രതിനിധികളുടെ സുരക്ഷയിൽ കാനഡ ശ്രദ്ധ ചെലുത്തുന്നില്ലെന്ന S. ജയശങ്കറിന്റെ പ്രസ്താവനയാണ് വിഷയത്തിൽ ഏറ്റവും നിർണായകമായത്. കാനഡയുടെ നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചയച്ചതും സ്വതന്ത്ര വ്യാപാര കരാർ നിശ്ചലമായതും വഴി ഖലിസ്ഥാൻ ഭീകരവാദ ഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഭാരതം ശക്തമായ നിലപാടെടുത്തു. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനെ ഭാരതം സമീപിക്കുന്ന അവസ്ഥ വരെ കഴിഞ്ഞ വർഷം ഉണ്ടായി. Ongoing problem really revolves around the permissiveness in regard to terrorism, extremism and violence. And this permissiveness is also reflected in the fact that some important extradition requests have not been responded to from their side, in the fact that there are individuals and organizations who are clearly involved with violence and illegal activities in India, who themselves declared it. I mean, it is not a secret. And that they continue to
to carry on with their activities in Canada. രാഷ്ട്രീയ സംഘർഷം രൂക്ഷമായ പാകിസ്ഥാനിൽ അരക്ഷിതാവസ്ഥ തുടരുകയാണ്. 2023 അൻവർ ഉൽ ഹഖ് കാക്കർ കെയർടേക്കർ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. ഇമ്രാൻഖാൻ തോഷ്ഖാന അഴിമതി കേസിൽ ജാമ്യം നേടിയതും മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് രാജ്യത്ത് തിരിച്ചെത്തിയതും പാകിസ്ഥാനിലെ വാർത്തകളിൽ ഇടം പിടിച്ചു. മോൾഡോവ, യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളുടെ അംഗത്വ ചർച്ചകൾ തുടരാനും ജോർജിയയ്ക്ക് കാൻഡിഡേറ്റ് അംഗത്വം നൽകാനും യൂറോപ്യൻ യൂണിയനിൽ തീരുമാനമായത് യുക്രൈൻ റഷ്യ സംഘർഷത്തെ വീണ്ടും സങ്കീർണമാക്കി. ഇക്കഴിഞ്ഞ ദിവസം യുക്രൈനിൽ റഷ്യ നടത്തിയത് സമാനതകളില്ലാത്ത ആക്രമണമാണ്. 30-ലേറെ പേരാണ് ഇക്കഴിഞ്ഞ ദിവസം മാത്രം നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ അംഗത്വം സംബന്ധിച്ച വിഷയം മേഖലയിൽ സങ്കീർണതകൾ വലിച്ചിഴയ്ക്കുന്നു എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ വിട്ടൊഴിയാത്ത ഒരു വർഷം കൂടിയായിരുന്നു 2023. മൊറോക്കോയിലും മംഗോളിയയിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഭൂകമ്പം നാശം വിതച്ചു. നൂറുകണക്കിന് ആളുകളാണ് ദുരന്തത്തിനിരയായത്. വ്യാപകമായി നാശം വിതച്ച ഭൂകമ്പങ്ങൾ ഏറെ പേരുടെ ജീവൻ കവർന്നു. നിരവധി പേർക്ക് ഗൗരവതരവും അല്ലാത്തതുമായി പരിക്കേറ്റു. ഭൗമോപരിതലത്തിൽ നിന്ന് 70 കിലോമീറ്ററിനിടയിലാണ് ഭൂകമ്പങ്ങളുടെ പ്രഭവ കേന്ദ്രമെന്നത് വൻ ആഘാതങ്ങൾ കുറച്ചുവെങ്കിലും 2023 കണ്ണീരണിയിക്കാൻ അവയ്ക്കായി. ചുട്ടുപൊള്ളുന്ന ഭൂമി അനുഭവവേദ്യമായി തീർന്നതാണ് 2023 കാലാവസ്ഥാ രംഗത്തെ വൻ ആഘാതം. ജൂലൈ 6 രേഖപ്പെടുത്തിയ ആഗോള ശരാശരി ഊഷ്മാവ് 17.2 ആണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ നേരിട്ടുള്ള ആഘാതം ലോകം മുഴുവനും അനുഭവപ്പെടാനും തുടങ്ങി. ഒന്നിനു പുറകെ ഒന്നായി കൊടുങ്കാറ്റും പേമാരിയും ലോകത്തെ ആകമാനം ഗ്രസിച്ചു. കൊറോണ വ്യാപനത്തിന് ശേഷം ആഗോള സ്പോർട്സ് മത്സരങ്ങൾ നടന്ന വർഷങ്ങളായിരുന്നു 2022-23. 2023 വേൾഡ് കപ്പിന് ഭാരതം ആതിഥ്യമരുളി. സ്പോർട്സ് രംഗത്ത് വൻ മുന്നേറ്റങ്ങൾക്ക് കൂടി സാക്ഷിയായ വർഷമായിരുന്നു 2023. ഫിഫ വനിതാ വേൾഡ് കപ്പിൽ യൂറോപ്പിനെ തോൽപ്പിച്ച സ്പെയിൻ ഫിഫ വനിതാ ചാമ്പ്യന്മാരായി.